സുഹൃത്തുക്കളെ, ഇരുട്ടാവാൻ പോവാണ്. ഏതെങ്കിലും ഒരു നല്ല സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ താമസിക്കായിരിക്കും ബുദ്ധിശാലിത്തരം എന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോഴേ വീണ്ടും വലിയ മൃഗങ്ങൾ എന്തെങ്കിലും വന്നാലേ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയൂ. ശരി, ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലം നോക്കിയിട്ട് അവിടെ ക്യാമ്പ് ഉണ്ടാക്കാം. എന്റെ ബിഗ് ബുള്ളി ചേട്ടാ, ഒന്ന് മണപ്പിച്ച സമോസ കണ്ടുപിടിച്ചു തരുമോ? നല്ല വിശപ്പുണ്ട്. എടാ പോരെ, എനിക്ക് പേടിയാവുന്നടാ. അച്ഛാ, ഇത്രയും പേടിയുണ്ടെങ്കിൽ എന്തിനാ പിന്നെ വന്നേ? ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ തന്നെ വന്നോളൂ അല്ലേ? വന്ന വഴിനെ തിരിച്ചു പോയിക്കൂടെ? തിരിച്ചു പോകാനോ? എന്താടാ 500 കോടി നീ ഒറ്റയ്ക്ക് അടിക്കാൻ നോക്കുകയാണോ? പോടാ മുന്നോട്ട്. ഒരുപാട് സംസാരിച്ചാലേ പിന്നെ ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. മിണ്ടാതെ വരാൻ നോക്ക്. പാമ്പ് 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 എന്റെ അമ്മ, എല്ലാരെയും കൊണ്ട് പോയത് ഞാനും വരുന്നുണ്ട്. ബിഗ് ബുൾ ചേട്ടാ, ഒന്ന് കേക്ക്. നല്ല വിശപ്പുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കാം. എല്ലാരും ക്ഷീണിച്ചിരിക്കുക. ബിഗ് ബുൾ ചേട്ടാ, എല്ലാരും നല്ല ക്ഷീണത്തിലാണ്. നമുക്ക് വിശ്രമിച്ചിട്ട് പോകാം, പ്ലീസ്. കൂട്ടുകാരെ, നമുക്കൊരു പാട്ടും സംഗീതവും ഒക്കെ ആയാലോ? എന്താ പറഞ്ഞേ? രാത്രിയില് ഞങ്ങളെ കൊന്നിട്ട് തിന്നൂന്നോ? ഞങ്ങളെ ഒരാളെ ഒന്ന് തൊട്ട് കാണിച്ചേ. അങ്ങനെയല്ല മോട്ടു, അവരവരുടെ ഭാഷയിലെ സംസാരിക്കുന്നത്. വെറുതെ ദേഷ്യപ്പെടണ്ട. സോറി ഐ മീൻ യെസ് നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം. എന്താ എല്ലാരും ഇത്ര ശാന്തമായിട്ടിരിക്കുന്നേ? നമ്മൾ ഇവിടെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിനല്ലേ വന്നത്. അതുകൊണ്ട് എല്ലാരും ഇവിടെ സന്തോഷിക്കല്ലേ വേണ്ടത്. എന്റെ സൊറാവർ ചേട്ടാ, നിങ്ങൾക്ക് ഇത്ര പേടിയാണെങ്കിൽ നിങ്ങൾ പിന്നെ റേസിന് എന്തിനാ വന്നേ? ഞാൻ ഇവിടെ വേറെ വഴിയില്ലാതെ വന്ന് പെട്ടുപോയി. ഞങ്ങളുടെ മുഴുവൻ ഗ്രാമവും ഭൂമികുലുക്കം കാരണം ഒരുപാട് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പഴയതുപോലെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കുറെ കാശിന്റെ ആവശ്യമുണ്ട്. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്നെ ആരെല്ലാം സഹായിക്കുന്നുവോ അവരോടൊപ്പം ഞാൻ ആ 500 കോടി ഷെയർ ചെയ്യാം. അതെ ജോറാബർ ചേട്ടാ, ചേട്ടൻ എല്ലാരെയും പേടിച്ച് പുറകിലാണ് വരുന്നത്. ഇങ്ങനെയുണ്ടെങ്കിലേ എങ്ങനെ ജയിക്കാനാ? പോരെ, ഓരാടി ചിരിക്കലേ. പിന്നെ നിന്നെ വെട്ടി തുറുക്കി ഉപ്പിലിട്ട് തിന്നു ഞാൻ. മ്യൂസിക് ഇട്, ലെറ്റ്സ് ഡാൻസ് ആൻഡ് എൻജോയ്. ഇപ്പൊ നമ്മളെല്ലാരും കൂട്ടുകാരല്ലേ? ശരി, ഡാൻസ് കളിക്കാം. എല്ലാം കറക്റ്റ് ആണല്ലോ. ഈ സ്റ്റെപ്പ് വളരെ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതിന് പേരാണ് ഡൈ ഡാൻസ്. ഇതൊരു ട്രെൻഡിങ് ഡാൻസാ. നന്നായിട്ടുണ്ട്. നോട്ട് ബദലോ. വേണ്ട 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 വേണ്ട. എന്താ ഇവര് ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തെ? ആ, ഇപ്പൊ മനസ്സിലാക്കി കൊടുക്കാം. Why fear? When Chingam is here, charge! Hey, Elanir Patalame, stop! And now, go attack! എന്റെ ഇളനീർ പട്ടാളത്തിനെ കത്തിച്ചു കളഞ്ഞല്ലോ. അത് മുതലയാണോ ഡ്രാഗൺ ആണോന്നേ മനസ്സിലാവുന്നില്ല. അല്ല, ഇളനീരെന്താ മാജിക് ആണോ? ഇത് ചിങ്കം സാറിന്റെ സ്പെഷ്യൽ പവറാ. ഇളനീരൊന്നും സെറ്റ് ആവില്ല. ഇപ്പൊ ഞാൻ ചെന്ന് കാണിക്കാം. അയ്യോ, വിടല്ലേ വിടല്ലേ. ഒന്ന് വലിക്കുന്നേ.
എനിക്ക് ആ മോരുടെ വായക്കകത്ത് പോണ്ട. പ്ലീസ് എന്നെ രക്ഷിക്കേ. ആരെങ്കിലും രക്ഷിക്കണേ. ഞങ്ങൾ നിന്നെ പോവാൻ അനുവദിക്കില്ല. Thank you, Motu Patlu. Thank you very much. എനിക്ക് തിരിച്ചു പോകണം. ബോട്ട് സാർ, എന്നെ ഒന്ന് കൂട്ടിയിട്ട് പോവോ? എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ നീ കഴിയത്തില്ല. അഥവാ പേടിച്ച് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഗ്രാമത്തിലുള്ളവരോട് നീ എന്ത് പറയും? ഞാനൊരു കാര്യം പറയാം. ഞാൻ രക്ഷപ്പെട്ടതിന്റെ കാരണം എന്റെ പേടിയാണ്. പ്ലീസ് എന്നെ ഒന്ന് തിരിച്ചു കൂട്ടിയിട്ട് പോവോ? വേണ്ട, പേടിക്കണ്ട പേടിക്കണ്ട. ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. ദേ നോക്ക്, നീ കരയണത് കണ്ട് മുകളിലുള്ള ആളും കരയാൻ തുടങ്ങി. പൊളിച്ചെടുത്തല്ലോ. എന്നെ തല്ലിക്കോളൂ, എന്നെ തല്ലിക്കോളൂ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിലേ ഞാൻ ഇത്രയും വലിയ തെറ്റായ തീരുമാനം എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ തല്ലണം, നല്ലോണം തന്നെ തല്ലണം. പിന്നെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു തെറ്റായ തീരുമാനം എടുക്കേല്ല. അതെ അതെ. മതിയോ? എടാ മകനെ ഒന്ന് എണീക്കടാ. എന്താ അച്ഛാ, എന്നൊന്ന് ഉറങ്ങാൻ സമ്മതിക്കേ? വാ വാ, സൗണ്ട് ഉണ്ടാക്കാതെ വാ. അല്ല, ഇവരൊക്കെ എങ്ങോട്ടാ പോയത്? മോട്ടുപത്തിലോ, മോട്ടുപത്തിലോ, ഒന്ന് കണ്ണു തുറക്ക്. കണ്ടില്ലേ, റേസ് തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് വേഗം വരൂ. അവന്മാർക്ക് യൂണി ബൈക്ക് എവിടുന്നാ കിട്ടിയേ? അതൊന്നുമില്ല മോട്ടു. ആ ബാക്ക് പാക്ക് ഓപ്പൺ ചെയ്യ, അതിനുള്ളിൽ ഉണ്ടാവും. അതെയോ? ഞാനൊന്ന് നോക്കട്ടെ. എടാ, എന്തെങ്കിലും മര്യാദക്കുള്ളൊരു സാധനം കൊണ്ടുവന്നിരുന്നെങ്കിൽ. പൊളിച്ചെടുത്തല്ലോ. നീ എന്തൊക്കെയാ കാണിക്കുന്ന മോട്ടോ? അല്ല മോട്ടു, ഇതെന്ത് സാധനാ? ഒരു പിടിയില്ല പത്തിലു. പൊളിച്ചെടുത്തല്ലോ. എന്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാനാവുന്നില്ല. നമ്മുടെ യുണീക് ബൈക്ക്. പക്ഷെ ഇത് എങ്ങനെയാ ഓടിക്കേണ്ട വലിയേട്ടാ? ഇതൊരു ഹൈടെക് വീൽ സൈക്കിളാണ്. അത് തന്നെ ബാലൻസ് ചെയ്തോളും. നമ്മൾ സ്പീഡും ബ്രേക്കും മാത്രം കൺട്രോൾ ചെയ്താൽ മതി. അതെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മുന്നേ ഞാൻ. ഇപ്പൊ പോലും ചിലരെയൊക്കെ ഇവരകത്ത് ഉറങ്ങായിരിക്കും. അതെ അതെ, ജയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. പത്തിലു, ഈ യൂണി ബൈക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. എടാ, മോട്ടു, രക്ഷിക്കണേ. മകനെ ഒന്ന് വേഗം വാടാ. എന്റെ അച്ഛനല്ലേ ഞാൻ പോലും ഇത്ര സ്പീഡിൽ പോകുന്നുണ്ട്. കാരണം നിങ്ങൾ എന്റെ അച്ഛനല്ലേ? വേഗം മോട്ടു, മോട്ടു, ഇനിയും വേഗം, ഇനിയും വേഗം. പൊളിച്ചെടുത്തല്ലോ. പത്തിലു, എടാ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ. ആൻഡ്രി ചേട്ടാ, ഉറങ്ങിക്കൊണ്ടിരുന്നവല്ല എണീറ്റെന്നാ തോന്നുന്നേ. നമുക്ക് അവരെ വീണ്ടും ഉറക്കാന്നേ. ഓപ്പടി, ടെൻഷൻ ആവാതെ. റോക്കി മൈതാനത്തിൽ ആദ്യം എത്തുന്നത് നമ്മളായിരിക്കും. വഴികൾ എത്തുമാത്രം ദുർഘടമായിരുന്നാലും ശരി, ജയിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. 500 കോടി രൂപ നമുക്ക് സ്വന്തം. അച്ഛാ, ഈ ഫ്രീ സ്റ്റൈൽ യൂണിസൈക്കിൾ ശരിക്കും അടിപൊളിയല്ലേ? എന്നെ പുറത്താണ് ശരിക്കും വണ്ടി ഓടിക്കാൻ നോക്കടാ.
മോട്ടു പത്ലുവിന്റെ ജോഡിയെ ജയിക്കൂ. എനിക്ക് വളരെ പേടിയാവുന്നു. ഞാൻ വേണമെങ്കിൽ ഇത് ഇറങ്ങി നടന്നു പോയിക്കോളാം. ഹണ്ടറിനെയും കോപ്പളിയെയും പിന്നിൽ തള്ളി ഇപ്പോൾ ബിഗ് ബുള്ളും സൈമണും നമ്പർ 1 ആയിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡിലായിരുന്നു, ഇപ്പൊ തേർഡായി. ചേട്ടാ ഇവന്മാരെ ഇതേ നമ്മുടെ അടുത്തെത്തി. വരട്ടെ, നമുക്ക് നോക്കാം. എടാ മോനെ, നമ്മുടെ കുടുംബ പേര് കാത്തോളേ. അതെ അച്ഛാ. നമുക്ക് പിന്നെ കാണണ്ട. അച്ഛാ, എനിക്ക് നല്ല ദേ കണ്ടോടാ, എന്റെ ബൈക്ക് തകർന്നു പോയടാ. ഇനി ഞാൻ എന്ത് ചെയ്യടാ? നമ്മൾ ഈ മത്സരത്തിൽ തോറ്റേ. ബുദ്ധി ഉപയോഗിച്ച് ഇത് നേരാക്കാൻ നോക്ക്, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോവും. ശരി അച്ഛാ, ഞാനിത് റെഡിയാക്ക്. അയ്യോ, ഇതെന്താ പറ്റിയേ? നിങ്ങൾക്ക് സഹായം വേണോ? അതൊന്നും വേണ്ട, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ബൈക്ക് റിപ്പയറിനെ കുറിച്ച് എല്ലാം അറിയാം. അച്ഛാ അച്ഛാ, വന്ന് കേറിയിരിക്കേ. നമുക്കിതിൽ ഈവിൽ പാസ് വരെയേ പോകാൻ പറ്റൂ. ഞങ്ങളുടെ 500 കോടി ഞങ്ങളിതാ വന്നു. വണ്ടി എടുക്കടാ. നിങ്ങൾ ആദ്യം പോകൂ, ഞങ്ങൾ പുറകെ തന്നെ വന്നോളാം. ഓക്കെ ചേട്ടാ, പെട്ടെന്ന് വന്നേക്കണം. എടാ മോനെ, അതിന്റെ എഞ്ചിനീയർ ആക്കിയ ചെലവെല്ലാം വേസ്റ്റ് ആണല്ലോടാ. വണ്ടി എന്തിനാണ് പുറകോട്ട് ഓടിക്കുന്നത്? സോറി. ഇപ്പോ 4 കോമ്പറ്റീറ്റേഴ്സ് കുറഞ്ഞിരിക്കുന്നു. Come on, വലിയേട്ടാ, വേഗാവട്ടെ, വേഗാവട്ടെ. അയ്യോ, വേണ്ടടാ. അയ്യോ, പത്ലു, നിർത്തടാ, നിർത്തടാ, നിർത്തടാ. എടാ പത്ലു. അയ്യോ, അയ്യടാ, വേണ്ട, രക്ഷിക്കടാ. അയ്യോ, ബാലൻസ് പോകടാ. നമ്മൾ ഈ മാപ്പ് ഉപയോഗിച്ച് ഈവിൽ പാസ് മൗണ്ടൈൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഞാൻ കാണാൻ നിങ്ങൾ ഇത്ര സുന്ദരമായിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.